നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ വല്ലാത്ത പ്രാണവേദനയോടെ വീണവായന തുടങ്ങിയിരിക്കുന്നു. കരിമണൽ കൊള്ളക്കാരൻ കർത്തായിൽ നിന്ന് മാസപ്പടി വിഹിതത്തിന്റെ കനപ്പെട്ട രേഖകൾ ഇഡി പിടിച്ചെടുത്തു എന്ന് കേട്ട നിമിഷം മുതൽ കാരണഭൂതൻ തീർന്നു പോയിരിക്കുന്നു. 4 കിറ്റുകളുടെ ബലത്തിൽ രണ്ടാം വട്ടവും അധികാരത്തിലെത്തിയ ഇരട്ടച്ചകന്റെ നാണം കെട്ട രാജി ഇന്നോ നാളെയോ എന്നതേ അറിയേണ്ടതുള്ളൂ. മകൾ വീണയുടെ തട്ടിപ്പ് കമ്പനിയിലേക്ക് നോക്കുകൂലി എന്ന പോലെ മാസപ്പടി അക്കൗണ്ടിൽ വന്നതിന്റെ തെളിവുകൾ ഇഡി കണ്ടെത്തിയിരിക്കുന്നു. കരിമണൽ കർത്ത ചോദ്യം ചെയ്യലിൽ നിന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് മുങ്ങിയും പാത്തും നടന്നെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് പിടിയാലെ ചോദ്യം ചെയ്യുകയായിരുന്നു. മകൾ വീണയുടെ ഇല്ലാത്ത തട്ടിപ്പ് കമ്പനിയിലേക്ക് കിട്ടാത്ത സേവനത്തിന്റെ മറവിൽ വെറുതെ കോടികൾ അയച്ചതിന്റെ എല്ലാ തെളിവുകളും കണ്ടെത്തിയതോടെ കാരണഭൂതന്റെ കാര്യം തീർന്നു. കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ചാലക്കുടിയിൽ മത്സരിക്കുന്ന അളിയൻ സുരേന്ദ്രനാഥിന്റെ കാര്യം ഏറെക്കുറെ തീരുന്ന മട്ടാണ്. വീണമോൾ അകത്താകുന്നത് ഇന്നോ നാളെയോ എന്നതേ അറിയേണ്ടതുള്ളൂ. മരുമകൻ റിയാസ് ഭാര്യയെ ഉപേക്ഷിക്കുമോ അത് രാജിവെച്ച് മാതൃകാ പുരുഷനാകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട പൂരമാണ്. തൃശൂർ പൂരത്തിന് മുൻപ് ആ വെടി പൊട്ടുമെന്ന് തീർച്ചയാണ്. ഇഡി ഇന്ന് കർത്തായെ ചോദ്യം ചെയ്തതിലൂടെ സാമ്പിൾ വെടിയാണ് ഇഡി പൊട്ടിച്ചത്. മകൾ വീണ വിജയനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് നാളെ ഒറിജിനൽ വെടിക്കെട്ട് കേരളം കാണുമെന്ന് ഏറെക്കുറെ തീർച്ചയായിരിക്കുന്നു. 26 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇരട്ടച്ചങ്കൻ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരൻ എന്ന ഖ്യാതിയോടെ രാജിവെക്കും. കേരളത്തിൽ LDFന്റെയും CPMന്റെയും അടിമാന്തുന്ന തെരഞ്ഞെടുപ്പായി ഇത് മാറുകയാണ്. വായിൽ വെള്ളമൊഴിച്ച് വെറുതെ ആകാശത്തേക്ക് വെടിവെക്കും ഇത് പൊള്ളത്തരം പ്രസംഗിക്കുന്ന വൃന്ദയും കാരാട്ടും യെച്ചൂരിയും നാണം കെട്ട് അടുത്ത വിമാനത്തിൽ ഡൽഹിയിലേക്ക് മടങ്ങുമെന്ന സാഹചര്യമാണ്. പിണറായി വിജയന്റെ വായ്ത്താരി കേൾക്കാനും അത് വെള്ളം തൊടാതെ വിഴുങ്ങാനും വായിൽ നോക്കി നിൽക്കുന്ന വിവരദോഷി സഖാക്കളുടെ ഗതികേട് ഓർക്കുമ്പോഴാണ് കേരളം ലജ്ജിക്കുന്നത്. കട്ടോട്ട് കള്ളം മുന്നോട്ട് എന്ന മട്ടിൽ പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നു. ഇദ്ദേഹം എവിടെയൊക്കെ കടന്നു ചെല്ലുന്നു അവിടെയെല്ലാം LDF തോറ്റു തുന്നം പാടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തായെ വീട്ടിലെത്തി ഇഡി ചോദ്യം ചെയ്യുകയായിരുന്നു. ആലുവയിലെ വീട്ടിലെത്തി നേരിട്ടെത്തിയാണ് ഇഡി ഉദ്യോഗസ്ഥർ കർത്തായെ 1.5 മണിക്കൂറോളം ചോദ്യം ചെയ്തത്. കരിമണൽ കൊള്ളയിൽ പങ്കുള്ള ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്ന വേളയിൽ തന്നെ കർത്തയെ ചോദ്യം ചെയ്യാൻ ഇഡി നേരത്തെ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും അദ്ദേഹം വഴങ്ങിയിരുന്നില്ല. ഹാജരാകാതെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കർത്ത ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകുകയായിരുന്നു. യാത്ര ചെയ്യാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി മെഡിക്കൽ രേഖകളും ഹാജരാക്കിയിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യൽ എന്നിരിക്കെ അകത്തു പോകുമെന്ന തിരിച്ചറിവ് കർത്തായ്ക്കും കാരണഭൂതനും വിവരമുള്ള കുറെ കമ്മ്യൂണിസ്റ്റുകൾ മുൻപ് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് രേഖകൾ ഉദ്യോഗസ്ഥരിൽ നിന്നും ഇഡി തേടിയിരുന്നു. എന്നാൽ ആദായ നികുതി വകുപ്പ് പരിശോധിക്കുകയും 2023 തീർപ്പാക്കുകയും ചെയ്തതാണെന്ന് അറിയിച്ചിരുന്നു. രേഖകൾ ലഭിക്കാതായതോടെയാണ് ഇഡി കർത്തായെ നേരിട്ടെത്തി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. മാസപ്പടി കേസിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായി 5 ഉദ്യോഗസ്ഥരെ ഇഡി ചോദ്യം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന് CMRL പണം നൽകിയിട്ടുണ്ടെന്നും എന്നാൽ അത് എന്ത് സേവനത്തിന്റെ പേരിലാണെന്ന് അറിയില്ലെന്നുമാണ് ഉദ്യോഗസ്ഥർ മൊഴി നൽകിയത്. CMRL പ്രതിനിധികളിൽ നിന്ന് പരമാവധി വിവരശേഖരണം നടത്തി ഉടൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് നോട്ടീസ് നൽകാനാണ് ഇഡിയുടെ നീക്കം.